കരളിൽ നിറയും കുളിരായണയൂ നീ സ്നേഹമൂലം വർഷമായി പെയ്യുമോ നീ ശോഭയേറും വെണ്ണിലാവാ തെളിയുമോ. എൻ്റെ പേര് രാജൻ കൈപ്പള്ളിൽ. എൻ്റെ വീട് ചെങ്ങന്നൂരിനടുത്ത് ആലപ്പുഴ ജില്ലയിൽ ഇലഞ്ഞിമേൽ എന്ന ഗ്രാമപ്രദേശത്താണ്. ഞാൻ ഇപ്പോൾ 65 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ 10 വയസ്സുള്ളപ്പം തന്നെ അൾത്താര ബാലനായിട്ട് നമ്മുടെ ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ വീടിനോട് ചേർന്നാണ് എൻ്റെ ഈ ഇടവക പള്ളി, സെൻറ്റ് ജോൺസ് മലങ്കര കാതോലിക് ചർച്ച് ഇലഞ്ഞിമേൽ. കാരണം ചെറുപ്രായത്തിൽ തന്നെ എന്നെ നമ്മുടെ ബൈബിൾ പരമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ഇവിടെയുള്ള ഒരുപാട് പ്രായമുള്ള ആൾക്കാർ എന്നെ അതുമാത്രം ആത്മാർത്ഥമായിട്ട് ഞാൻ അവരോട് സ്നേഹിക്കുകയും അവരെന്നെ സ്നേഹിക്കുകയും ചെയ്തതിന് ഫലം അത് കഴിഞ്ഞിട്ട് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് സേവനം ചെയ്തു. പിന്നെ മലങ്കര കാതോലിക് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നു. KCSL എന്ന് പറഞ്ഞ സംഘടനയുടെ 72, 73 കാലഘട്ടങ്ങളിൽ രൂപതയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി. ഞാൻ 10 വയസ്സുള്ളപ്പം തന്നെ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്താറുണ്ടായിരുന്നു. കാരണം അന്ന് മുതലേ എൻ്റെ മനസ്സിൽ രോഗികളായിട്ടുള്ളവരെ കാണുമ്പോൾ ഒരു അനുകമ്പ തോന്നാറുണ്ട്. കാരണം എൻ്റെ പപ്പായുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ കോശി. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സൗജന്യമായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ഗ്രാമപ്രദേശമാണ്. അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഇവിടുന്ന് നമ്മൾ ഒരുപാട് രോഗികളെ അവിടെ കൊണ്ടുപോയി അവിടെ ശുശ്രൂഷ ചെയ്യുകയും ഒത്തിരി ആൾക്കാർക്ക് സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്ത ഒരു അവസരമാണ്. പിന്നെ എൻ്റെ ചെറുപ്രായത്തിലെ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവാണ് എൻ്റെ ബാപ്റ്റിസം നടത്തിയത്. അന്നു മുതലേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെമിനാരിയിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്രായമായപ്പോൾ ആഗ്രഹം എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്കന്ന് സെമിനാരിയിൽ പോകാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ മതപരമായ കാര്യങ്ങളിൽ എപ്പോൾ പോവുകയും സൺഡേ സ്കൂള്, MCA, MCYM അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാപ്തനാകുകയും കാരണം നമ്മുടെ പാവപ്പെട്ട ആൾക്കാരോട് കരുണ കാണിക്കാനായിട്ട് ദൈവം അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നു. അങ്ങനെ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു. 1978 ഞാൻ ജോലി സംബന്ധമായിട്ട് ബോംബെ, കൽക്കട്ട, ഡൽഹി ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി അവിടെ ജോലി ചെയ്യും. 1996 വരെ ആ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് എൻ്റെ പപ്പായുടെ മരണത്തോടുകൂടി 1996 തിരികെ നാട്ടിൽ വരികയും ചെയ്തു. അതിനിടയ്ക്കുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 1986 എൻ്റെ മാരേജ് കഴിഞ്ഞു. 1988 എനിക്ക് ഒരു മകൻ ജനിച്ചു. 1988 മാർച്ച് 10. എൻ്റെ മകൻ്റെ പേര് റോബിൻ. ഇപ്പോൾ 35 വയസ്സിലാണ്. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവന് ഒരു അനക്കമില്ലാത്ത ഒരു അവസ്ഥയിൽ അവർ ICUവിൽ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു മകൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ മാനസികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിക്കുകയും ചെയ്തു. അന്ന് 15 ദിവസം അവനെ ICUവിൽ വെക്കുകയും അത് കഴിഞ്ഞ് ACT ഇഞ്ചക്ഷനൊക്കെ എടുത്ത് തിരികെ തരുമ്പോൾ അവർ പറഞ്ഞു ഇതൊരു നോർമൽ കുട്ടിയല്ല, ഇതിന് വളരെയധികം വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾക്ക് കിട്ടിയ കുഞ്ഞിനെ നിങ്ങൾ ആവുന്ന കാലത്തോളം നിങ്ങൾ ശുശ്രൂഷിക്കുക. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ ട്രെയിനിങ്ങൊക്കെ കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1996 വരെ ഞങ്ങൾ ഡൽഹിയിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും എൻ്റെ വൈഫോട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രസവ സമയത്ത് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് എനിക്ക് ജനിച്ചത്. എൻ്റെ പേര് ലീലാമ്മ രാജൻ. എൻ്റെ മോൻ്റെ പേര് റോബിൻ. ഹസ്ബൻഡിൻ്റെ പേര് രാജൻ കൈപ്പള്ളിൽ. ഡൽഹിയിൽ ജോലി ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് ANC പീരീഡ് പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ പബ്ലിക്കായിരുന്നു, ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാതെ അവർ 1 മണി വരെ നോർമലാക്കാൻ നോക്കി. അത് കഴിഞ്ഞപ്പം പിന്നെ ഓപ്പറേഷൻ ചെയ്ത് മോന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 3-ാമത്തെ ദിവസം കുഞ്ഞിന്
ദേഹമെല്ലാം നീലിച്ച് ലാക്ക് ഓഫ് ഓക്സിജൻ്റെ കുറവുകൊണ്ട് നഴ്സറി ഷിഫ്റ്റ് ചെയ്യുകയും അങ്ങനെ 15 ദിവസം നഴ്സറിയിൽ അവർ വെച്ചിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തു. കുഞ്ഞിന് ചെറുതായിട്ട് ഫിക്സ് ഉണ്ടായിരുന്നു. ആ ഫിക്സ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിന് കണ്ടിന്യൂസ് ഫിക്സ് വരികയും ഞങ്ങൾ ന്യൂറോ ഡോക്ടേഴ്സിനെ കാണിക്കുകയും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഫിക്സ് മാറുന്നില്ല, സിവിയറായിട്ട് ഫിക്സ് വരുമായിരുന്നു. ഫിക്സിൻ്റെ മെഡിസിൻ കൂട്ടുകയും കുഞ്ഞിനെ എഴുന്നേറ്റ് നടക്കാനോ സംസാരിക്കാനോ കമന്ന് വീഴുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ച് പതുക്കെ എല്ലാം നോർമലാകുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ഫിക്സ് എല്ലാം വരുന്നത് കൊണ്ട് ഞാനവിടെ ഓൾ ഇന്ത്യ ജോലി ചെയ്യുമായിരുന്നു. എനിക്ക് ജോലി ചെയ്യാനും പറ്റുന്നില്ല. എന്നിട്ട് എനിക്ക് കുഞ്ഞിനെ നോക്കണം. ഞങ്ങൾ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോരുന്നു. നാട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഫിഷ്ബരിയിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കുഞ്ഞിന്. അങ്ങനെ എൻ്റെ മോനെയും നോക്കി ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. 5 വർഷം ഞങ്ങൾ കുഴുവല്ലു എന്നൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കുമായിരുന്നു. ഞങ്ങൾ ദൈവവേലയ്ക്ക് മാത്രം ഇറങ്ങി തിരിച്ചു തരാം. ദൈവവേലയ്ക്കായിട്ട് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എൻ്റെ കുഞ്ഞിൻ്റെ ആണെങ്കിൽ അവന് ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്. ഞങ്ങൾ പാട്ടുപാടി പുസ്തകമായി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ കുഞ്ഞ് എഴുന്നേറ്റിരുന്നതിന് പറയാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ മൂവ്മെൻ്റ് അവൻ കാണിക്കും. പിന്നെ എല്ലാം എൻ്റെ കുഞ്ഞിന് ആഹാരമെല്ലാം നമ്മൾ വാരി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു മോൻ്റെ വിഷമം എനിക്ക് കൂടുതലായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ കുഞ്ഞ് എന്നേക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന എൻ്റെ കുഞ്ഞാണ്. പല അമ്മമാരും കുഞ്ഞുങ്ങളെ നോക്കാതെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരുണ്ട്, മുറിയിലിട്ട് പൂട്ടുന്നവരുണ്ട്. അങ്ങനെയെല്ലാം പല കുഞ്ഞുങ്ങളും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ദാനം. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. പലരും വിചാരിക്കും വേറെ കുഞ്ഞുങ്ങൾ, എനിക്ക് വേറെയല്ലേ, എനിക്ക് 10 കുഞ്ഞുങ്ങൾ തുല്യം എൻ്റെ കുഞ്ഞ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ എപ്പോഴും എത്ര വയ്യാങ്കിലും ഞാൻ നോക്കും. എല്ലാ മാതാപിതാക്കളും പഠിക്കേണ്ട ഒരു പാഠമാണ്. നമുക്ക് ദാനമായ സമ്പത്താണ്. ഏത് കുഞ്ഞായാലും നടക്കുന്നില്ല സംസാരിക്കുന്നില്ലെങ്കിലും അവർ ദൈവത്തിൻ്റെ ദാനമാണ്. അവർ പാവം ചെയ്തിട്ടുള്ളാത്ത കുഞ്ഞുങ്ങളാണ്. അവരെ നല്ലതായിട്ട് നോക്കണം. കഴിയുന്നത്ര നമ്മുടെ ആരോഗ്യം എത്രയുണ്ട് അത്രയും വരെ നമ്മൾ നോക്കണം. പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ ഒരു പ്രാർത്ഥന ഇതേ ഉള്ളൂ, നമ്മുടെ കാലശേഷം ഇവരെ ആര് നോക്കും എന്നുള്ളതാണ്. എത്ര സ്ഥാപനങ്ങളുണ്ടായാലും അവിടെ ഒന്നും ഇവർക്കുള്ള കെയർ കിട്ടുകയില്ല. ഞാനിന്ന് വിചാരിക്കുന്നു, ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എനിക്ക് ദൈവം ആരോഗ്യം തന്നു. അതിൻ്റെ കൂടെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ തലയിലൊരു പാച്ച് പോലെ തന്നു. അത് ലൈറ്റ് അടിച്ചു. അത് കഴിഞ്ഞ് തലയിൽ ഇങ്ങനെ ബോയിൽ മാതിരി വന്നു. ബയോപ്സി ചെയ്തു. 1, 2, 3 ഓപ്പറേഷൻ ചെയ്തു. 3ാമത്തെ സ്കാൽ ട്യൂമറാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്കിൻ്റെ അവിടെയാണ് ഒരു ചെറിയ ഒരു മൂവ്മെൻറ്റ് മാതിരി ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ബയോപ്സി ചെയ്തപ്പോൾ അത് സർക്കോമ. ഒരു ഞൊടികളിൽ അറൗണ്ട് 5 ഞൊടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്ത ഉടനെ ഏതായാലും ഓൺകോളജി കാണിക്കുകയും 18 ഹീമോ കഴിഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് അതിശയമായി കാത്തു. പലരുടെയും പ്രാർത്ഥനയും സഹായങ്ങളും എല്ലാം എനിക്കുണ്ടായിരുന്നു. ആരും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന്. എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്നെ ദൈവം കരുതിയതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷുഗറാണെങ്കിലും ഇൻസുലിൻ എടുക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ബാക്ക് പെയിനും കാലിൻ്റെ വേദനയും എല്ലാം ഉണ്ട്. എന്നാലും എല്ലാം ഞാൻ സഹിച്ച് എൻ്റെ ദൈവത്തോട് ഞാൻ എപ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അമ്മയുടെ ജപമാല എപ്പോഴും വൈകിട്ട് ഞാൻ കണ്ടിന്യൂ ചെല്ലുകയും അതുപോലെ കഴിയുന്നത്ര രാവിലെ കുർബാനയ്ക്ക് പള്ളി അടുത്തായതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ വളരെ താല്പര്യമാണ്. 6 മണിക്ക് എഴുന്നേറ്റ് 6:45 കുർബാന തുടങ്ങും. പോയി കുർബാന കഴിഞ്ഞ് വന്ന് ഹസ്ബൻഡ് അഥവാ പോയാലും എൻ്റെ മോൻ ഇവിടെ ഉറങ്ങിക്കോളും. ശല്യമൊന്നുമില്ല. ഞാൻ വരുമ്പോൾ എൻ്റെ കുഞ്ഞ് കുത്തിരുന്ന് കളിക്കുമായിരിക്കും. അവനും ഒരു ദൈവത്തിൻ്റെ കൃപ അവനുണ്ട്. എൻ്റെ തുടർന്ന ജീവിതവും ഇങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും എല്ലാവരെയും സ്നേഹിക്കാനും അയൽക്കാരെയും മറ്റു ജനങ്ങളെയും സഹോദരങ്ങളെയും എല്ലാം സ്നേഹിക്കാനുള്ളൊരു കൃപ എനിക്ക് തന്ന് മുന്നോട്ട് പോകാനുള്ള എനിക്ക് ആഗ്രഹം. എൻ്റെ ജീവിതം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചേക്കുകയാണ്.
അപ്പം 96 കാലഘട്ടങ്ങൾ വരെ കുഞ്ഞിനെ അവിടെ കുറച്ച് നാൾ ഞങ്ങൾ അവിടെ ശുശ്രൂഷിച്ചു. കുറച്ച് നാൾ ഇവിടെ എൻ്റെ അമ്മ ആ കുഞ്ഞിനെ ചെറുപ്രായത്തിലൂടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ശുശ്രൂഷിച്ചു. 96 എൻ്റെ ഫാദറിൻ്റെ മരണത്തോടുകൂടി ഞങ്ങൾ തിരികെ നാട്ടിൽ വന്നു. തിരികെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരാശയം, ഇതുപോലുള്ള നമ്മുടെ കേരളത്തിൽ വേദന അനുഭവിക്കുന്ന എന്തുമാത്രം മക്കളുണ്ട് എന്നറിയാനായിട്ട് ഒരു സർവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി. അന്ന് ഞാൻ 1000-ൽ കൂടുതൽ മക്കളെ അന്ന് ഞാൻ കണ്ടെത്തി. പേരൻസ് ഇല്ലാത്തവരെ, അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തുകയും പിന്നീട് നമ്മളെ സ്പെഷ്യൽ സ്കൂളുകൾ വിസിറ്റ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ പല ആൾക്കാർക്കും സ്കൂളും വീടുമായിട്ട് കുറേ അധികം ദൂരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുട്ടികളെ ഡെയിലി കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെയുള്ള വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലൊരാശയം, എൻ്റെ ഗ്രാമത്തിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഒരു സെൻറ്റർ നടത്തിക്കൊണ്ട് പോയാൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ സെൻറ്റർ ഫോർ ഓട്ടിസം ഇന്ത്യ എന്നും പറഞ്ഞ് തിരുവല്ലയിൽ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയും അവിടെ ഇതുപോലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട്, ഓട്ടിസമുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുകയും ചെയ്തു. പക്ഷേ റെസിഡൻഷ്യൽ സൗകര്യമില്ല. രാവിലെ കുട്ടികളെ കൊണ്ടുവന്ന് വൈകിട്ട് തിരിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു 5 ഏക്കർ സ്ഥലം മാത്യൂസ് ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സെൻറ്ററുണ്ട്. അവിടെ അവർ 36 പേര് കൂടി അവിടെ ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് അവിടെ ഇതുപോലുള്ള മക്കൾക്ക് വേണ്ടി ഒരു പകൽ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ അതിൻ്റെ ചാർജ് ഞാൻ ഏൽക്കുകയും അവിടെ നമ്മുടെ പശു, ആട്, കോഴി, താറാവ്, മീൻ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ കൃഷി കാര്യങ്ങളിൽ കുട്ടികളെ കൂടുതൽ പ്രാപ്തരാക്കാൻ വേണ്ടി അവർക്ക് പച്ചക്കറി വിത്തുകൾ, അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ മറ്റുള്ള സാമഗ്രികളെല്ലാം കൊടുത്തിട്ട് 100 മക്കളെ 3 പഞ്ചായത്തിലുള്ള 100 മക്കളെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് കിറ്റ് കൊടുക്കുകയും അവർ 100 മക്കളും കൃഷി ചെയ്യുകയും ആ കൃഷി ചെയ്ത് അതിൽ നിന്ന് 10 മക്കളെ, ഏറ്റവും നല്ലപോലെ കൃഷി ചെയ്യുന്ന 10 മക്കളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അവാർഡ് കൊടുക്കുകയും അടുത്ത വർഷത്തേക്ക് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഈ കാല് നഷ്ടപ്പെട്ട ആൾക്കാരെ ഫീൽഡിൽ പോകുമ്പം കാണുകയും അവർക്ക് കാല് കിട്ടാതെ വിഷമിച്ച് പുറം ലോകം കാണാതെ എത്രയോ വർഷങ്ങൾ കൊണ്ട് വീടിനുള്ളിൽ തന്നെ കഴിയുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ഞാൻ ചെന്ന് കാണുമ്പോൾ എന്താണ് സഹോദര നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ, സഹോദര ഞങ്ങൾക്കൊരു വീൽ ചെയറോ അല്ലെങ്കിൽ ഒരു കാലോ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറം ലോകം ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പല ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈഫ് ആൻഡ് ലിംബ് എന്ന് പറഞ്ഞ് നമ്മൾ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. ഇപ്പം ഞങ്ങൾ അതെല്ലാം ഒന്നിച്ച് 7 പേര് കൂടി ഞങ്ങളിപ്പോൾ അവിടുന്ന് ഓട്ടോബോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കാലുകൾ, ഒരു കാലിന് 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുന്ന കാലുകൾ. ആ കാലുകൾ കൊടുത്തു കഴിഞ്ഞാൽ 20 വർഷം വരെ ആ കാല് കൊണ്ട് അവർക്ക് നടക്കാനും അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കാല് കൊടുത്ത ആൾക്കാർ പലരും ഇപ്പോൾ കൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ലിസി വർഗീസ് എന്ന് പറഞ്ഞ ഒരു മോള് വന്ന് പറയുമായിരുന്നു, കാരണം സാറേ ആ കാല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പനില്ല, എൻ്റെ എനിക്ക് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാനും 2 പേർക്ക് ജോലി കൊടുക്കാനും ഒരു അവസരം കിട്ടി. ആ കാല് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പുറലോകം കാണുകയില്ലായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടത്തില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ 24 മണിക്കൂറും നോക്കിക്കൊണ്ടിരുന്ന ഒരു ആളാണ്. ഇപ്പോഴും പുള്ളിക്കാരി തന്നെയാണ് നോക്കുന്നത്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, കാരണം പുള്ളിക്കാരിക്ക് ക്യാൻസർ, അത് ആൻജിയോസർക്കോമ നെക്കിലായിരുന്നു, അത് കഴിഞ്ഞ് സ്കാൾപ്പ് ട്യൂമർ, ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ 5 ഓപ്പറേഷനും 18 കീമോയും എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ഒരവസരത്തിൽ ഈ കുഞ്ഞിന് യേശുവിനെ നോക്കുന്ന പോലെ തന്നെ, അതിനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ എൻ്റെ വൈഫ്, കാരണം പലപ്പോഴും പല മാതാപിതാക്കളും ഇങ്ങനെ ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു അവസരമൊക്കെ വരുമ്പോഴത്തേനും ഒന്നി ഭാര്യയെ ഭർത്താവിനെ വിട്ടിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ വിട്ടിട്ടോ പോകുന്ന ഒരു അനുഭവം എനിക്കറിയാം. ഞാൻ പല ഫീൽഡിലൊക്കെ പോയപ്പോൾ എനിക്ക് അറിയാൻ പറ്റി. കാരണം ഒരിക്കലും ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ, ദൈവം തന്ന ഇതുപോലുള്ള മക്കളെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. കാരണം അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് അവരെ ശുശ്രൂഷിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മുത്തുകളെ നമുക്ക് അതേപോലെ നമ്മൾ നോക്കിയാൽ മാത്രമേ വരത്തുള്ളൂ. കാരണം ദൈവം നമ്മളെ അറിഞ്ഞുകൊണ്ട് ഭൂമിയിലുള്ള മാതാപിതാക്കളെ നോക്കിയിട്ട് ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തന്നത് നമ്മുടെ ഇതുപോലുള്ള മക്കളെ ശുശ്രൂഷിക്കാനായിട്ട് മാത്രം. കാരണം ദൈവത്തെ പോലെ നമ്മുടെ ഈ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമ്പത്ത് നമുക്ക് സ്വർഗരാജ്യത്തിൽ നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ട്, നമുക്കൊരു ഈ കുഞ്ഞിനെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള ഒരു കുട്ടിയെ ദത്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചാൽ ഒരിക്കലുമില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ആ ദാനം നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല മാതാപിതാക്കളും കഞ്ചാവിനും മറ്റേ ഇതുപോലെ മദ്യത്തിനും, ഞാൻ പലപ്പോഴും ഫീൽഡിൽ പോയപ്പോൾ പല അവസരങ്ങളൊക്കെ ഞാൻ ഇതുപോലുള്ള മാതാപിതാക്കളെ, ഇതൊന്നും ഒരു നമുക്ക് ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. ഇത് മദ്യം ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടോ ഇതിനൊരു പരിഹാരമല്ല. ഈ കുഞ്ഞിനെ നമ്മൾ എന്നുവരെ നമ്മൾ
ജീവനോട് നമുക്ക് അവളെ ശുശ്രൂഷിക്കാൻ പറ്റുമോ, അവളെയോ അവനെയോ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നത് വലിയൊരു സന്തോഷമാണ്. ഇപ്പം തന്നെ പല മാതാപിതാക്കളും പറയും ഞങ്ങളുടെ കാലശേഷം ഈ കുഞ്ഞിൻ്റെ കാര്യം എന്താണ്, എവിടെ നമ്മളാക്കും. അപ്പം ഞങ്ങളിങ്ങനെ പലയിടത്തും ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ സിസ്റ്റേഴ്സ് മുൻകൈ എടുത്ത് അവരെ ആ ജീവനാന്ത സംരക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കാര്യം വളരെ ദയനീയമാണ്. കാരണം ആരും തന്നെ അങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ഇതുപോലുള്ള മക്കൾക്ക് വേണ്ട ഒരു സെൻറ്ററല്ല 14 ജില്ലയിലും ഓരോ സെൻറ്ററുകളും തുടങ്ങി പല ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് ഇതുപോലുള്ള മക്കളുടെ ആജീവന സംരക്ഷണം ഉണ്ടെങ്കിൽ ഇപ്പോൾ 65 വയസ്സുണ്ട്, എൻ്റെ മകനിപ്പോൾ 35 വയസ്സുണ്ട്. എൻ്റെ വൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിൻ്റെ ഈ അവസ്ഥയിൽ പോലും പുള്ളിക്കാരി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഉറക്കണം. 35 വർഷമായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. 35 വർഷം പുള്ളിക്കാരി ഊണും ഉറക്കവുമില്ലാതെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്, ഞങ്ങളുടെ ഇടവ പള്ളി. ആ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ മോനോട് പറയാം, മക്കളെ കുർബാനയ്ക്ക് പോയിട്ട് വരട്ടെ എന്ന് മമ്മി പറയുമ്പോൾ ഉടനെ അവൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയിട്ട് വരും. ഒരു ദിവസം 67 പ്രാവശ്യം ഫിറ്റ്സ് വരുന്ന കുഞ്ഞ്. ഒരു കണ്ണിന് ഇപ്പോഴും കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞിനെ നമ്മൾ നോക്കുന്നത്. കാരണം ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഞങ്ങൾ ഇന്നലെ 2 മണിക്കൂർ, ഒരു ദിവസവും 2 മണിക്കൂറിലല്ലേ 3 മണിക്കൂർ കൂടി ഉറങ്ങാൻ പറ്റത്തില്ല. പകൽ സമയം മാത്രം കുറച്ച് സമയം മകൻ ഉറങ്ങും. പക്ഷേ രാത്രിയിൽ ഫിറ്റ്സ് വരുന്ന കാരണത്താൽ കുഞ്ഞിൻ്റെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഫീൽഡിൽ പോകുമ്പോൾ എൻ്റെ പ്രശ്നത്തിനേക്കാളും വലിയ പ്രശ്നങ്ങളുള്ള, കാരണം ഞാൻ എൻഡോസൾഫാൻ ഏരിയയിലേക്ക് ചെന്നപ്പോൾ ഒരു വീട്ടിൽ 3 കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എൻ്റേതൊന്നും ഒന്നുമല്ല. കാരണം നമ്മളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന പെൺകുട്ടികളെയും കൊണ്ട് അവരുടെ അമ്മ ചിലപ്പോൾ അച്ഛനങ്ങ് വിട്ടുപോയി അമ്മ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. കാരണം നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും. ചില ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരവസരത്തിൽ ആത്മഹത്യയിൽ നിന്ന് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. കാരണം ഞാൻ ഈ മോനെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഈ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് അവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ട് മാത്രമാണ് ഞാൻ തിരികെ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ലൈഫ് ആൻഡ് ലിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നഷ്ടപ്പെട്ടവർക്ക് കാല് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇതുപോലുള്ള മക്കളെ തേടി ഒരു യാത്ര നടത്തി. 7018 മക്കളെ ഒരു വർഷം കൊണ്ട് എനിക്ക് കണ്ടെത്താൻ പറ്റി. അവർ പറയുമായിരുന്നു പല ഏജൻസികളുണ്ട്, പക്ഷേ ഇതുവരെ ആരും ഇങ്ങനെ അന്വേഷിച്ചൊന്നും വന്നിട്ടില്ല. ഞാൻ പല ഐലൻഡുകളിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് പോയത്. അത് ഗീവർഗീസ് മോർ കുർലോസ് എന്ന് പറഞ്ഞ തിരുമേനിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹമാണ് എന്നെ അവിടെ അയച്ചത്. ഞാനവിടെ 7018 മക്കളെ അവിടെ കണ്ടെത്തി. അവർക്ക് വേണ്ടിയിട്ട് അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റി. അവർക്ക് 3000 രൂപ വീതം മാസം പെൻഷൻ കിട്ടുന്നുണ്ട്. പല സെൻറ്ററുകളാണ് ഇപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ വർഷവും വെക്കേഷൻ ടൈമുകളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി നമ്മുടെ ചർച്ചുമായിട്ടും പിന്നെ ക്ലബ്ബ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടും അംഗൻവാടി ടീച്ചർമാരുമായിട്ട് ആലോചിച്ച് സർവേ നടത്തി. അങ്ങനെ 56,717 മക്കളെ ഞാൻ കണ്ടെത്തി. അപ്പോൾ എൻ്റെ മനസ്സിലൊരാശയം, ഇതുപോലുള്ള മക്കൾ പലരും സ്കൂളുകളിൽ കഴിയുന്നില്ല. ഏകദേശം 300 സ്പെഷ്യൽ സ്കൂളുണ്ടെങ്കിലും ഏകദേശം 20,000 മക്കൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഈ സ്കൂളുകളിൽ വരുന്നത്. ബാക്കി എല്ലാ മക്കളും വീടുകളിൽ തന്നെയാണ്. ഒന്നാമത് ട്രെയിനിങ് കിട്ടുന്നില്ല, രണ്ടാമത്തെ കാര്യം ദൂരം കൂടുതലായതുകൊണ്ട് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ സിവിയറായിട്ടുള്ള എൻ്റെ മകൻ്റെ അതേ അവസ്ഥയിൽ 7,000 മക്കളോളം ഇപ്പം കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററുകളിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിനോട് പറഞ്ഞ് അവരാണ് വീട്ടിൽ വന്ന് ഈ കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു പരിധിവരെ ഈ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ എല്ലാ കുട്ടികൾക്കും ആ രീതിയിൽ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക പ്രശ്നം കാരണത്താൽ. ഞാൻ ഫാദർ സിൽവസ്റ്റർ തെക്കേടത്ത് സെൻറ്റ് ജോൺസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്നു. പ്രിയപ്പെട്ട രാജൻ കൈപ്പള്ളിൽ അച്ചായൻ എൻ്റെ ഇടവക അംഗമാണ്. ഓട്ടിസം ബാധിച്ച, മെൻ്റലി ചലഞ്ചഡായ, അംഗപരിമിതികളുള്ള, ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ അദ്ദേഹം സദാ ജാഗ്രതയോടുകൂടി ശുശ്രൂഷ നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏക മകൻ റോബിൻ, 35 വയസ്സുള്ള റോബിൻ, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും കിടക്കയിലാണ്. അപ്പോൾ ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ സഹനങ്ങളെ ദൈവകൃപയായി കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയായി കണ്ടുകൊണ്ട്, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ഇങ്ങനെയുള്ള മുഴുവൻ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ കരുതി അവരുടെ ശുശ്രൂഷയിൽ രാൻചാന് വളരെയേറെ വ്യാപൃതനാണ്. അപ്പോൾ ഒരിക്കലും ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ
ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപയായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സേവനം നടത്തുന്നു. അപ്പോൾ രാൻചാനെ പ്രത്യേകമായിട്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാൻചാൻ്റെ ജീവിത പങ്കാളി ലീലമാമ ക്യാൻസർ ചികിത്സയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ആരോഗ്യത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പരിഭവവും കൂടാതെ തൻ്റെ മകനെ ശുശ്രൂഷിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധാലുവാണ്. പലപ്പോഴും എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആ ഭവനത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു പരാതിയും കൂടാതെ ഈ മകനെ ശുശ്രൂഷിക്കുന്ന ഒരമ്മയാണ് പലപ്പോഴും എനിക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഞാൻ സുസമ്മ ബെന്നി, ഇലഞ്ഞിമേൽ MSc LP സ്കൂളിലെ റിട്ടയർഡ് അച്ഛമാണ്. ഇലഞ്ഞിമേൽ കൈപ്പള്ളിൽ വീട്ടിൽ രാജൻ ലീലാമ്മ ദമ്പതികളുടെ ഏക മകനാണ് റോബിൻ. പ്രത്യേക പരിരക്ഷ അർഹിക്കുന്ന മകനാണ്. ജനിച്ചപ്പോൾ മുതലേ വളരെയധികം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ മകനെ സ്വർഗം പ്രത്യേകം തെരഞ്ഞെടുത്ത് വിളിച്ച ദമ്പതികളാണ് രാജനും ലീലാമ്മയും. ഞങ്ങൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈ കുടുംബം ഞങ്ങൾക്കെല്ലാം മാതൃകയാണ്. ഈ കുഞ്ഞിനെ രോഗിണിയായ ലീലാമ്മ രാവിലെ മുതൽ വൈകുന്നത് വരെയും അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇപ്പോഴും നിറവേറ്റി കൊടുക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ അമ്മമാർക്കെല്ലാം ലീലാമ്മ ഒരു മാതൃകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന വലിയ ഊർജ്ജമാണ് ലീലാമ്മയ്ക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ എപ്പോഴും പറയും. ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറ്റത്തില്ല. അതുപോലെ സഹനങ്ങളിലൂടെ ഓരോ നിമിഷവും ഈ ദമ്പതികൾ കടന്നു പോകുന്നു. രായൻചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മകനെ നോക്കുന്നതിലൂടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുള്ള എല്ലാ വയ്യാത്ത കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിന് എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ എല്ലാം കടന്നു ചെല്ലുകയും പ്രത്യേകിച്ച് കൊല്ലകടവ് സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ എല്ലാ കാര്യത്തിലും രായൻചാൻ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നു. ഇതെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഞങ്ങൾ കരുതുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം മറ്റുള്ള കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ആവശ്യങ്ങളിലെല്ലാം സഹായിക്കുവാൻ രായൻചാൻ എപ്പോഴും മുൻനിരയിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് റോബിനെ പോലെയുള്ള അനേകം കുഞ്ഞുങ്ങളെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും രായൻചാൻ കൂടെ നിന്ന് സഹായിക്കുന്നു. ഞങ്ങൾക്കെല്ലാം മാതൃകയായ ഒരു വ്യക്തിയാണ് രായൻചാൻ. സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയാലും ഇതൊന്നും ആരെയും അറിയിക്കാതെ കുഞ്ഞിനെയും നോക്കി ആ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അറിഞ്ഞ് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ നാടിനും ദേശത്തിനും എല്ലാം മാതൃകയായ രായൻചാനെ പ്രത്യേകമായി ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദൈവം പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 65 വയസ്സുണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇതുപോലുള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പല ജോലികളും പല സ്ഥലത്തും ഓഫർ ചെയ്തിട്ടും എനിക്ക് പോകാനായിട്ട് മനസ്സില്ല. കാരണം എൻ്റെ ഒരു കുഞ്ഞിന്, കാരണം ഞാൻ അവനെ എൻ്റെ ഒരു മുത്ത്, ഞാൻ അവനെ ഒരു 35 വർഷമായി ഞങ്ങൾ ഉറക്കിയിട്ട് 35 വർഷം കൊണ്ട് ഉറങ്ങാത്ത രാത്രികളിലും എൻ്റെ മോൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള മക്കളുടെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം അങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഈ മക്കളുടെ കൂടെ ജീവിക്കാനാണ് എൻ്റെ ഒരാഗ്രഹം. ഇതുപോലുള്ള മക്കളെ നിങ്ങൾക്ക് എന്നുവരെ നിങ്ങൾ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുന്നു അതുവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. നിങ്ങൾക്ക് സമ്പത്ത് ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്താണ് ഈ കുട്ടിയെ നോക്കിയാൽ നമുക്ക് എന്താണ്. നിങ്ങൾക്ക് ഒത്തിരി സമ്പാദ്യം ദൈവം അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്.